എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം കാർ, ബൈക്ക്, സ്കൂട്ടർ ഇങ്ങനെ നമ്മൾ പലതും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നാം യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട ചില സുരക്ഷാ കാര്യങ്ങളെക്കുറിച്ചാണ്. വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണിത്. അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ് പറയാനായിട്ട്, കാറിൽ പോകുമ്പോൾ നാം മിക്കവാറും കണ്ടിട്ടുണ്ട് ചില കാറിൻ്റെ ടയറുകൾ വെളിയിലേക്ക് ഉന്തി നിൽക്കുന്നു. അതായത് എക്സ്ട്രാ പറഞ്ഞ് വീതിയുള്ള ടയറുകൾ ഇടുന്നു. അപ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാം പലപ്പോഴും ഓവർടേക്ക് ചെയ്യുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ വാഹനത്തിൻ്റെ ആ ബോഡിയുടെ ആ ഒരു വലുപ്പം നോക്കിയാണ് പലപ്പോഴും ഓവർടേക്ക് ചെയ്യുകയും റിവേഴ്സ് എടുക്കുകയും അങ്ങനെ പല രീതിയിലും പ്രയോഗത്തിൽ വരുത്തുന്നത്. പക്ഷേ ഈ കൂടുതലായിട്ട് വെളിയിലേക്ക് വീതി കൂടിയ ടയർ നിൽക്കുമ്പോൾ അത് ചിലപ്പോൾ പലതരം അപകടങ്ങൾക്കും കാരണമായേക്കാം. അതുപോലെ കാറിൻ്റെയും മറ്റും സൈഡ് ഇൻഡിക്കേറ്ററിന് ആ ലൈറ്റിൻ്റെ അവിടം കറുത്ത സ്റ്റിക്കർ കൊണ്ട് മറച്ചിട്ട് തീരെ മങ്ങിയ ഒരു മഞ്ഞ നിറമായിരിക്കും കിട്ടുക. അപ്പോൾ സൈഡ് ഇൻഡിക്കേറ്റർ നമുക്ക് നല്ലപോലെ കാണാൻ പറ്റിയെന്ന് വരത്തില്ല. മറ്റൊരു കാര്യം, ആവശ്യത്തിൽ കൂടിയ LED ബൾബുകളുടെ എണ്ണവും അതെല്ലാം എപ്പോഴും തെളിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ബൈക്കിൽ യാത്ര ചെയ്യുന്നവർ എപ്പോഴും ഹെഡ്ലൈറ്റ് ഇട്ടുകൊണ്ട് പോകുന്ന അവസ്ഥ, ഇതെല്ലാം നമ്മുടെ ശ്രദ്ധയെ പെട്ടെന്ന് അങ്ങോട്ട് നോക്കാനായിട്ട് വഴിവെക്കും. പക്ഷേ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാം മറ്റ് സുരക്ഷാ കാര്യങ്ങളിലുള്ള ശ്രദ്ധ ഒരല്പമെങ്കിലും കുറയാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ചിലർ ബ്രേക്ക് ചെയ്യുമ്പോഴേക്കും കാറിൻ്റെയും മറ്റും ബൾബുകൾ അത് എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്, അത് കൂടുതലായിട്ട് ഇങ്ങനെ പെട്ടെന്ന് മിന്നുന്നത് കാണാം. പിറകിലെ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർക്കും മുന്നിൽ വരുന്നവർക്കും എല്ലാം അത് ചെറിയൊരു രീതിയിൽ അലോസരപ്പെടുത്തും. മാത്രമല്ല, ചില വാഹനങ്ങളിൽ അതിൻ്റെ കാറിൻ്റെ മറ്റും പിറകിൽ വലിയ ടോയ്സ് ഒക്കെ വെക്കുന്ന കാണാം. അപ്പോൾ ആ ഗ്ലാസ് ഏരിയ മുഴുവൻ മറഞ്ഞായിരിക്കും ഇരിക്കുക. അങ്ങനെ വരുമ്പോൾ പിറകിൽ വരുന്ന ആൾക്കാരുടെ ശ്രദ്ധ അതിലേക്ക് പോവും, അവരുടെ ശ്രദ്ധ പതറാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ കാർ ഓടിക്കുന്ന ഡ്രൈവർക്ക് ആ കാറിൻ്റെ സെൻട്രൽ പൊസിഷനിലുള്ള മിററുണ്ട്, ആ കണ്ണാടിയിലൂടെ പിറകിലെ കാര്യങ്ങൾ കാണുന്നതിന് തടസ്സവും വരും. മറ്റൊരു കാര്യമുള്ളത്, ബൈക്കിന് ചിലപ്പോൾ കാറിൻ്റെ ഹോൺ വെച്ചുകൊണ്ട് അങ്ങനെ നടക്കുന്ന ചിലരുണ്ട്. അതുപോലെ ആ വാഹനത്തിൻ്റേതല്ലാത്ത വികൃതമായിട്ടുള്ള ശബ്ദം ഇടുന്ന രീതിയിലുള്ള മറ്റു വലിയ വാഹനങ്ങളെ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പലതരം സൗണ്ട് ഹോണുണ്ട്. അതെല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ സുരക്ഷാ വീഴ്ച തന്നെയാണ്. ചില കാറുകളുടെ മുന്നിലും ചില കാറുകളുടെ പിന്നിലുമൊക്കെ വലിയ വീതിയിൽ സ്റ്റിക്കർ ആ ഗ്ലാസ് ഏരിയയിൽ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചില പരസ്യത്തിന് വേണ്ടിയുള്ള ഒട്ടിക്കുന്നതാണ്. പക്ഷേ അതും കൃത്യമായിട്ടുള്ള ദൂരക്കാഴ്ചയ്ക്കും മറ്റും അത് തടസ്സം ചിലപ്പോൾ ചെയ്തേക്കാം. മറ്റൊരു കാര്യമുള്ളത്, 2 വീലേഴ്സ് എല്ലാം ഇടതുവശത്തുകൂടി പെട്ടെന്ന് ഓവർടേക്ക് ചെയ്ത് കയറിപ്പോകുന്നത് കാണാം. അത് ഈ വലിയ വാഹനത്തിലുള്ളവർ ആ ഇടതുവശത്തോട് വരുന്നത് ശ്രദ്ധിക്കത്തില്ല. ബൈക്കിലും മറ്റും വളരെ നീളമുള്ള കമ്പികളും പൈപ്പുകളും ഒക്കെ പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ട് ആൾക്കാർ. അപ്പോൾ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബൈക്ക് അങ്ങോട്ട് പെട്ടെന്ന് പാസ് ചെയ്യുമ്പോൾ അതിന് ആ ഒരു നീളം മാത്രമാണ് നമ്മൾ ഒരു മനസ്സിൽ കണക്ക് കൂട്ടുക. അത് വെച്ചായിരിക്കും നമ്മൾ പലപ്പോഴും പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. കാരണം ചിലപ്പോൾ ഒരു സെക്കൻഡ് ഒക്കെ നമ്മൾ ഈ ബൈക്കൊക്കെ കാണുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ ഇത്രയും നീളമുള്ള പൈപ്പുകളും കമ്പികളും ഒക്കെ ഉണ്ടെന്ന് നമ്മൾ ധരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അപകടത്തിന് സാധ്യതയുണ്ട്. അതുപോലെ 5 പേർക്ക് യാത്ര ചെയ്യാവുന്ന കാറിൽ 7 പേര് 8 പേര് അങ്ങനെ ആളുകൾ തിങ്ങി നിറഞ്ഞു പോകുന്നത് കാണാം. ബ്രേക്കിംഗ് സിസ്റ്റത്തിനും അമിതഭാരം തടസ്സം ചെയ്തേക്കാം. അതുപോലെ ബാലൻസിനും ഒക്കെ ഈ അമിതഭാരം പല വിധത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങളുണ്ടാക്കും. ചിലർ അമിത ശബ്ദത്തിൽ പാട്ടും മറ്റും കാറിൽ വെച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പാട്ട് കേൾക്കുമ്പോൾ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓപ്പോസിറ്റ് സൈഡിലും മറ്റും ഏതെങ്കിലും വാഹനം വളവിലും മറ്റും കയറി വരുന്നുണ്ടെങ്കിൽ അവർ ഓൺ അടിച്ചിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളത് കേൾക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല. അതുതന്നെയല്ല, ഓവർടേക്ക് ചെയ്ത് പോകാനായിട്ട് ചില വാഹനങ്ങൾ ഓൺ അടിക്കുമ്പോഴും ഒന്നും നിങ്ങൾ കേൾക്കുന്നില്ല. മാത്രമല്ല, ഏതെങ്കിലും ഒരു അനൗൺസ്മെൻറ്റോ വാണിങ്ങോ വെളിയിൽ നിന്ന് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അറിയാതെ പോകും. നാട്ടുകാർ എന്തെങ്കിലും ഒരു വാണിംഗ് പറഞ്ഞാലും നിങ്ങളത് കേൾക്കത്തില്ല. ഒരുപാട് സുരക്ഷാ കാര്യങ്ങളുണ്ടെങ്കിലും
ഞാൻ ചിലത് ഓർത്തപ്പോൾ പറഞ്ഞെന്നേ ഉള്ളൂ. നിങ്ങൾ ഈ കാര്യത്തിലെല്ലാം ശ്രദ്ധ വയ്ക്കുക.